നമസ്തേ. ഇന്നത്തെ വ്ലോഗിൽ കുട്ടികൾ പഠിത്തത്തിന് പിറകോട്ട് വരാനുള്ള കാരണങ്ങളും അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ ഈ വ്ലോഗ് നിങ്ങൾക്ക് കൂടുതൽ നല്ലോണം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണും. എന്നാലേ അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലോണം മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റായിട്ട് അത് കാണും. സോ കുട്ടികൾ പഠിത്തത്തിന് പിറകോട്ട് വരാനുള്ള കാരണങ്ങൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എൻവയൺമെൻറ്റും, രണ്ടാമത്തത് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. എൻവയൺമെൻറ്റിനെ കുറിച്ച് ഞാൻ എൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഈ ബ്ലോഗിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കോഗ്നിറ്റീവ് ഫങ്ഷൻസ് 3 രീതിയിലുണ്ട്: ഇൻപുട്ട്, ഇലാബറേഷൻ ആൻഡ് ഔട്ട്പുട്ട്. ഈ 3 സ്റ്റേജസ് ആണ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. സോ നിങ്ങൾക്ക് കൂടുതൽ നല്ലോണം മനസ്സിലാക്കാൻ, എസ്പെഷ്യലി പേരൻസിനൊക്കെ കൂടുതൽ നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ എക്സാമ്പിളുമായിട്ടാണ് ഞാൻ ഇതിനെ കണക്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു വേർഡ് പ്രോബ്ലം എടുക്കാം. ഒരു ചെറിയ ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്ന ഒരു വേർഡ് പ്രോബ്ലം നമുക്ക് എടുക്കാം. കോൺസെപ്റ്റ് ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷനാണ്. അപ്പോൾ സബ്ട്രാക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറിയായിട്ട് ടീച്ചർ കുട്ടികളെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ചു. ആ സ്റ്റോറീൻ്റെ ഒരു ഫിഗറൊക്കെ ബ്ലാക്ക് ബോർഡിൽ ടീച്ചർ വരച്ച് കുട്ടികളെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്ന് വെച്ചു. സോ സ്റ്റോറി എന്തായിരിക്കും? ഒരു ട്രീയിൽ 10 ബേർഡ്സ് ഉണ്ട്. എന്നിട്ട് അതിൽ നിന്ന് 5 ബേർഡ്സ് പറന്നുപോയി. ബാക്കി എത്ര ബേർഡ്സ് ഉണ്ട്? ആ ഒരു സിമ്പിൾ സബ്ട്രാക്ഷനാണ് ടീച്ചർ പഠിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് വെച്ചു. സോ ഇൻപുട്ട് ലെവലിൽ ടീച്ചർ പറയുന്ന ഇൻഫർമേഷൻസ് എത്രത്തോളം കുട്ടിക്ക് മനസ്സിലാവും എന്നുള്ളത്, അത് ഓഡിറ്ററിലി ആവാം, കേട്ട് മനസ്സിലാക്കുന്നത്, വിഷ്വലി ആവാം, കണ്ട് മനസ്സിലാക്കുന്നത്. സോ ഇവിടെ ടീച്ചർ ചിലപ്പോൾ ഒരു പിക്ചർ ബ്ലാക്ക് ബോർഡിൽ വരച്ചിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് അതിൽ 10 ബേർഡ്സ് ഒക്കെ ടീച്ചർ വരച്ചിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് 1 by 1 ആയിട്ട് ടീച്ചർ കൗണ്ട് ചെയ്യുകയായിരിക്കും. ആ 10 ബേർഡ്സും ടീച്ചർ കൗണ്ട് ചെയ്യുകയായിരിക്കും. പക്ഷേ കുട്ടിയുടെ ലാക്ക് ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ കുട്ടിയുടെ ലാക്ക് ഓഫ് ഒരു മെമ്മറി ഇഷ്യൂ ഒക്കെ കാരണം ആ കുട്ടിക്ക് ഓരോന്നായിട്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ 10 ബേർഡ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി ചിലപ്പം ഒരു 6 ബേർഡ്സ് എങ്ങാനുമേ കാണത്തുള്ളൂ കംപ്ലീറ്റ് ആയിട്ട്. അപ്പം ഇൻപുട്ട് ലെവലിൽ വിഷ്വലി കുട്ടി കംപ്ലീറ്റ് ആയിട്ട് കാര്യം മനസ്സിലാക്കുന്നില്ല. ആൻഡ് ടീച്ചർ ഇപ്പോൾ പറയാന് ട്രീയിൽ 10 ബേർഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ ട്രീയും ബേർഡ്സും ചിലപ്പം കുട്ടി കേൾക്കുമായിരിക്കും. പക്ഷേ ഈ 10 എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ ചിലപ്പം കുട്ടി വിട്ടുപോകും. സോ ഇൻപുട്ട് ലെവലിൽ തന്നെ, ഇൻപുട്ട് ഫേസിൽ തന്നെ കുട്ടി കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഇത് മനഃപൂർവ്വമല്ല, ചൈൽഡ് ഈസ് നോട്ട് ഏബിൾ ടു. അപ്പം ഇൻപുട്ട് ലെവലിലൊരു കുട്ടിക്കൊരു ഇഷ്യൂ ഉണ്ട്. ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇലാബറേഷനാണ്. ദാറ്റ് ഈസ് സംതിങ് ഹാപ്പനിങ് ഇൻ ദ ബ്രെയിൻ ആണ്. അവിടെ ഹയർ ഓർഡർ തിങ്കിങ്ങും, ഹൈപ്പോത്തറ്റിക്കൽ തിങ്കിങ്ങും, ലോജിക്കൽ തിങ്കിങ്ങും, കമ്പാരിസണും ഈ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ ലെവലിൽ തന്നെ ബ്രെയിനിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. സോ ഈ ഒരു കാര്യം, സപ്പോസ് ഈ ഒരു സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ടീച്ചർ പഠിപ്പിക്കുമ്പോഴത്തേക്കും അത് ഈ സ്റ്റോറിയുമായിട്ട്, ഈ ബേർഡ്സും ട്രീസുമായിട്ടുള്ള സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. സോ ടീച്ചർ പറയുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യൂ എന്നും പറഞ്ഞിട്ടാണ് ടീച്ചർ ഈ സ്റ്റോറി പറയുന്നത്. കുട്ടിക്കപ്പം ഈ സ്റ്റോറി മനസ്സിലാവുമായിരിക്കും. ഒരു ട്രീയും ബേർഡ്സും, അതിൽ നിന്ന് ബേർഡ്സ് പറന്നു പോയെന്നൊക്കെ അത് കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ അത് സബ്ട്രാക്ഷനുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം ബേർഡ്സ് പറന്നു പോകുമ്പം ബാക്കിയുള്ള ബേർഡ്സ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇലാബറേഷൻ ലെവലിൽ കുട്ടിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പല സമയത്തും നമ്മൾ വേർഡ് പ്രോബ്ലംസ് വളരെ ക്ലിയർ ആയിട്ട് കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും
കുട്ടിക്കത് അഡിഷൻ ആണ്, സബ്ട്രാക്ഷൻ ആണ്, ഡിവിഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇലാബറേഷൻ ഏരിയയിൽ അവിടെ വന്നിട്ട് അങ്ങ് ബ്ലാങ്ക് ആവുകയാണ്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പേരൻസ് നല്ലോണം ചിലപ്പോൾ കുട്ടികളെ വളരെ നല്ലോണം പഠിപ്പിച്ച് കുട്ടികളും വീട്ടിൽ നല്ലോണം പറയുന്നൊക്കെ ഉണ്ടായിരിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എക്സാമിനേഷന് പോകുമ്പോഴത്തേക്ക് പേപ്പറിലൊന്നും കാണത്തില്ല. അത് മെയിൻലി ഒരു ഔട്ട്പുട്ട് ഏരിയയിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ഏരിയയിൽ ഒരു ഇഷ്യൂ ഉള്ളപ്പോഴത്തേക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് ഒരു ആൻസൈറ്റിയും കാണുമായിരിക്കാം, ഒരു വെപ്രാളം കാണും, അതും ഒരു ഇഷ്യൂ ആവാം. പിന്നെ ഔട്ട്പുട്ട് ഏരിയയിൽ ഒരു ഇഷ്യൂ ഉള്ളപ്പോഴത്തേക്കും ഇങ്ങനെയൊരു നമ്മളെല്ലാം പഠിച്ചിട്ട് കുട്ടി എല്ലാം പഠിച്ചിട്ട് പോയാലും പേപ്പറിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടി എങ്ങനെ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ പഠിച്ചാലും ചിലപ്പം കുട്ടിക്ക് ആ എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് അത്രയും നല്ല രീതിയിൽ കുട്ടിക്ക് ചിലപ്പോൾ അത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കൊഗ്നേറ്റീവ് ഫങ്ഷനിൽ ഇഷ്യൂസ് ഉള്ള കാറ്റഗറിയിൽ വരുന്ന കുട്ടികളിൽ ആസ് സച്ച് അവർക്ക് സാഹചര്യമല്ല അവരുടെ ആ പഠിത്തത്തിനെ പിറകോട്ട് വരുത്തുന്നത്. ആ കുട്ടികളിൽ എന്തോ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ലേണിംഗ് പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കാതെയും കുട്ടി പഠിത്തത്തിന് പിറകോട്ട് വരുന്നത്. ഇത് കൂടാതെ വേറെയും ഉണ്ട്, ലൈക്ക് ഡെവലപ്മെൻ്റൽ ഡിസബിലിറ്റീസും ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സും ഒക്കെ വേറെയും ഉണ്ട്, ലൈക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെയുള്ള. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഈ ഒരു ഇൻപുട്ട് ഇലാബറേഷൻ ആൻഡ് ഔട്ട്പുട്ട് ലെവലിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ളപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ടീച്ചേഴ്സ് ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് കുട്ടിക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഈ ഒരു റീസൺ കാരണം ഓട്ടോമാറ്റിക്കലി പഠിത്തത്തിനൊരു ലാഗ് വരും. കുട്ടിക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കുട്ടിക്ക് പഠിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. സോ കുറച്ചായിട്ട് ഇങ്ങനെ ലാഗ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ലാഗിനെ നമ്മൾ കവറപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു റെമഡിയേഷൻ കൊടുക്കണം. റെമഡിയേഷൻ എന്താണ്, ആ റെമഡിയേഷനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഇതിലും റെമഡിയേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നല്ലൊരു റെമഡിയേഷൻ ആണെങ്കിൽ അവർ ഇൻപുട്ട് ഇലാബറേഷൻ ഔട്ട്പുട്ട് ഏരിയ ആ ഒരു ഏരിയ ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കും കുട്ടികൾക്ക്. അതുകൂടാതെ കുട്ടികൾ പഠിത്തത്തിന് പിറകോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലാഗും കവറപ്പ് ചെയ്യും. ചിലപ്പം കുട്ടികൾ 5th സ്റ്റാൻഡേർഡിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ആ കുട്ടിയുടെ ആക്ച്വൽ പൊട്ടൻഷ്യൽ ചിലപ്പോൾ ഒരു 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് ലെവലേ കാണത്തുള്ളൂ. ഒരു ലാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ത്രൂ റെമഡിയേഷൻ ഈ ഒരു ലാഗ് കവറപ്പ് ചെയ്തിട്ട് കുട്ടിയെ ആ 5th സ്റ്റാൻഡേർഡ് ഗ്രേഡ് ലെവലിലോട്ട് എത്തിക്കും. ഗ്രേഡ് ലെവലിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി റെമഡിയേഷൻ ചെയ്യുന്നത്. ഇനി റെമഡിയേഷൻ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ എൻവയൺമെൻറ്റ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ഈ കൊഗ്നേറ്റീവ് ഫങ്ഷൻ ഈ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും തമ്മിൽ റെമഡിയേഷൻ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ എൻവയൺമെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ആക്ച്വലി ആസ് സച്ച് കുട്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് കുട്ടി പഠിത്തത്തിന് പുറകോട്ട് വന്നത്. ആ സമയത്ത് നമ്മളൊരു റെമഡിയേഷൻ കൊടുത്ത് ഗ്രേഡ് ലെവലിലോട്ട് എത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു റെമഡിയേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. കുട്ടി ഓട്ടോമാറ്റിക്കലി ബാക്കി കുട്ടികളുടെ കൂടെ പഠിച്ചങ്ങ് കോപ്പപ്പ് ചെയ്തങ്ങ് പോകും. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കാണ് ഒരു ഇഷ്യൂ ഉള്ളത്. സോ എനി ടൈം ഇപ്പോൾ സ്കൂളിൽ ഒരു പുതിയ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പഠിപ്പിക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് അത് മനസ്സിലാക്കാനും അത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ട് കാണും. സോ നമ്മൾ റെമഡിയേഷൻ കൊടുക്കുകയാണെങ്കിലും കുട്ടികൾക്ക് അതിൻ്റെ ത്രൂ റെമഡിയേഷൻ ഒരു ഡിഫറൻസ് വരും. പക്ഷെ ആ ഡിഫറൻസ് വളരെ സ്ലോ ആൻഡ് ഗ്രാജുവൽ ആയിരിക്കും.
പെട്ടെന്ന് നമുക്കൊരു ഡിഫറൻസ് നമുക്ക് തോന്നത്തില്ല. പിന്നെ നമുക്ക് റെമഡിയേഷൻ എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് കുട്ടികൾ ഒരു റെമഡിയേഷൻ കൊടുത്ത് ഒരു ഗ്രേഡ് ലെവൽ എത്തിയിട്ട് നമ്മൾ റെമഡിയേഷൻ നിർത്തുകയാണെങ്കിൽ, ഈ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് നമ്മൾ റെമഡിയേഷൻ നിർത്തുകയാണെങ്കിൽ കുട്ടി പിന്നെയും പിറകോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് സ്കൂളിൽ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനും അത് പഠിക്കാനും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി പിന്നെയും പഠിത്തത്തിനൊരു ലാഗ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പേരൻസിൻ്റെ അടുത്ത് ഞാൻ സജസ്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ റെമഡിയേഷന് വിടണം ഡെഫിനറ്റ് ആയിട്ടും. സോ ദാറ്റ് അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഡെഫിനറ്റ് ആയിട്ടും റെമഡിയേഷന് വിടണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ റെമഡിയേഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിടുകയാണെങ്കിൽ നിങ്ങളും നല്ലോണം ഇൻവോൾവ് ആവണം. വളരെ നല്ലോണം ഇൻവോൾവ് ആയിട്ട് ഹോം ട്രെയിനിങ്ങും വാട്ട് ഈസ് റെമഡിയേഷനിൽ എന്താണ് നടക്കുന്നത് അതിനെയൊക്കെ കുറിച്ചൊരു അവയർനെസ് നിങ്ങൾക്കും ഉണ്ടാവണം. സോ ദാറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്കൊരു റെമഡിയേഷൻ നിർത്തേണ്ടി വന്നാലും വീട്ടിലും ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് റെമഡിയേഷൻ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ റെമഡിയൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ട്യൂട്ടേഴ്സുമായിട്ട് വളരെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. ഇതിനെക്കുറിച്ച് ഈ ഒരു ഹോൾ തിങ് എന്താണെന്നുള്ളത് അറിയുന്നത് നല്ലതാണ്. ഇത് കൂടാതെ ഒരു ചെറിയ വർക്ക്ഷോപ്സ് സെമിനാർസ് ഒക്കെ ഇതിനെക്കുറിച്ച് അറ്റൻഡ് ചെയ്യണതും വളരെ നല്ലതാണ്. സോ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് റെമഡിയേഷൻസ് ഒരു പ്രൊഫഷണൽ റെമഡിയേഷൻ നിർത്തേണ്ടി വന്നാലും വീട്ടിലൊരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് റെമഡിയേഷൻ കൊടുക്കാൻ പറ്റും. ബിക്കോസ് ഇത് കുട്ടികളെ എപ്പോഴൊക്കെ മീൻസ് ആ ഒരു സ്റ്റഡീസ് എന്ന് പറയുന്ന ലേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോഴൊക്കെ കുട്ടികൾക്ക് റെമഡിയേഷൻ്റെ ആവശ്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പേരൻസിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കോഗ്നിറ്റീവ് ഇഷ്യൂ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, കുട്ടിക്ക് ഒരു ലേണിംഗ് ഇഷ്യൂ ഉണ്ട്, അതൊരു ഫാക്റ്റാണ്. സോ സ്റ്റഡീസ് എന്ന് പറയുന്നത് അത് അവരുടെ ഒരു വീക്ക് ഏരിയയാണ്. നമ്മൾ സ്റ്റഡീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ മാത്രം നമ്മൾ സ്റ്റഡീസിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് കുട്ടിയുടെ. അറ്റ് ദി സെയിം ടൈം സ്റ്റഡീസ് എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു വീക്ക് ഏരിയയാണ്. സോ കോൺസ്റ്റൻ്റ്ലി കുട്ടികൾ ഒരു ഫെയിലിയർ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് നിങ്ങളൊരു ഹൈ എക്സ്പെക്റ്റേഷൻസ് ഈ കുട്ടികളുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്താലും അത് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഫെയിലിയർ വന്നുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു ഫീലിംഗ് വരാൻ തുടങ്ങും, ദേ ആർ നോട്ട് കേപ്പബിൾ, ഞങ്ങൾക്ക് ഒരു കേപ്പബിലിറ്റി ഇല്ല, ദർ ഈസ് സംതിങ് ലാക്കിങ് ഇൻ അസ്, നമുക്ക് എന്തോന്നാ ഒരു കുറവുണ്ട്, നമ്മൾ ബാക്കി കുട്ടികളുടെ അത്ര നല്ലതല്ല എന്നുള്ളൊരു ഫീലിംഗ് ആ കുട്ടികളുടെ ഉള്ളിൽ തന്നെ വരും. അത് അവർക്ക് ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവരുടെ ഉള്ളിൽ കാണും. അത് അവരുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ പേരൻസ് റെമഡിയേഷൻ കൊടുക്കണം, സോ ദാറ്റ് ആ കുട്ടികളുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഒരുപാട് ഫോക്കസ് നിങ്ങൾ സ്റ്റഡീസിന് കൊടുക്കില്ല, ബിക്കോസ് അത് അവരുടെ വീക്ക് ഏരിയയാണ്. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് ഒരുപാട് സ്ട്രെങ്ത്തും കാണും. ആസ് പേരൻസ് നിങ്ങൾ ആ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, അവർ ഭയങ്കര ക്രിയേറ്റീവായിരിക്കും, അവർക്ക് വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കാണുമായിരിക്കും, അവർക്കൊരു ഓൺട്രപ്രണർഷിപ്പ് ക്വാളിറ്റീസ് അവരിൽ കാണുമായിരിക്കും, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അവർക്ക് കാണുമായിരിക്കും. പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സ് ഫൈൻ ആർട്സിലൊക്കെ അവർ വളരെ നല്ലതായിരിക്കും. അവർ നല്ലോണം പാടുമായിരിക്കും, ഡാൻസ് ചെയ്യുമായിരിക്കും. ഇങ്ങനത്തെ പല കാര്യങ്ങളിലും ആയിരിക്കും അവരുടെ സ്ട്രെങ്ത്. സോ ആസ് പേരൻസ് നിങ്ങൾ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് ആസ് ഹോബീസ് നിങ്ങൾ അതിനെ എൻകറേജ് ചെയ്യണം. സോ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും. സോ അവരുടെ ആ സെൽഫ് എസ്റ്റീമാണ്
നമ്മൾ ഈ ഏരിയയിലോട്ട് നമ്മളുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലോട്ട് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്താൽ അവരുടെ കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഇമ്പ്രൂവ് ആവും. എന്നിട്ട് നിങ്ങൾ നോക്കണം, ആദ്യം നിങ്ങൾ ഈ ഹോബീസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു ഏരിയയിൽ കരിയർ സ്കോപ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഡെഫിനറ്റായിട്ടും ഈ ഏരിയസിലും കരിയർ സ്കോപ്സ് ഉണ്ട്. ഉള്ളി തിങ് നമ്മൾ ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് തോന്നാത്തത്. ബിക്കോസ് നമ്മൾ എപ്പോഴും റിപ്പോർട്ട് കാർഡിലുള്ള A++ അതിൽ വെച്ചിട്ട് നല്ലൊരു ജോലി കിട്ടും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്കുള്ളത്. അറ്റ് ദ സെയിം ടൈം ഈ കുട്ടികൾക്ക് ആ ഒരു ഏരിയ ആ കുട്ടികൾക്ക് പറ്റത്തില്ല. സോ ഈ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ എൻകറേജ് ചെയ്ത് അതിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു. ആ രീതിയിൽ ഈ കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഈ കുട്ടികളുടെ ഒരു സോഷ്യലൈസേഷൻ തന്നെ ബെറ്ററാവും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കോൺഫിഡൻസ് കുറയുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ കുറയും. ബിക്കോസ് ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം അവരുടെ ഒരു ഷെല്ലിൽ തന്നെ അവർ കഴിയും. ബാക്കിയുള്ള ആൾക്കാർ സൊസൈറ്റിയുമായിട്ടൊന്നും അവർ മിങ്കിൾ ചെയ്യത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് വരുത്തണം. അതാണ് ആസ് പേരൻസ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇതോടുകൂടി ഞാൻ എൻ്റെ ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യൂ. ആൻഡ് നീഡി ആയിട്ടുള്ള ഈ ചാനലിൽ യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് മാക്സിമം ഷെയർ ചെയ്യൂ. ആൻഡ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് യുവർ ചൈൽഡ്, അവരുടെ ശരിയായ രീതിയിൽ അവരെ എങ്ങനെ പഠിപ്പിക്കണമെന്നും അവരുടെ ബിഹേവിയറൽ ഇഷ്യൂസൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ചാനലിൽ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. സോ താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ആൻഡ് ബൈ.